നമസ്കാരം. ഞാൻ സ്പീക്കറാകാം, അത് പറ്റില്ല, ഞാനാകാം. അതെന്താ? ഞങ്ങളായാൽ ഞങ്ങൾക്കല്ലേ കൂടുതൽ യോഗ്യത? ഞങ്ങളിൽ ആരെങ്കിലും സ്പീക്കറായിക്കോളാം. തർക്കമെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ തർക്കം, തമ്മിത്തല്ലി ചാകാതിരുന്നാൽ കൊള്ളാം. ദാണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനുള്ളിലാണ് സ്പീക്കർ പദവിയിൽ ആരായിരിക്കുമെന്ന തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. കുതിരയില്ലാത്ത നാട്ടിൽ കഴുത തമ്പുരാനായതുപോലെയാണ് BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ. സ്പീക്കർ പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും NDA സ്ഥാനാർത്ഥിയായി തങ്ങളുടെ പ്രതിനിധി എത്തുമെന്നുമാണ് തെലുങ്ക് ദേശ പാർട്ടിയുടെ നിലപാട്. എന്തായാലും സ്പീക്കർ പദവിക്ക് സംഘർഷമില്ലാതെ നേട്ടം കൊയ്യാൻ ഒക്കുകയില്ലെന്ന് ഈ സംഘർഷിക്കുന്നവർക്ക് നല്ല ധാരണയുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നുമുള്ള യോജിപ്പ് പ്രകാരം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർത്തുമെന്നും TDP ദേശീയ വക്താവ് പട്ടാഭി റാം കൊമ്മാരെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അടുത്ത ടെസ്റ്റ് വളരെയധികം പ്രാമുഖ്യമുള്ള സ്പീക്കർ പദവി ഒരു കാരണവശാലും വിട്ടുതരില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് BJP ഇപ്പോഴുള്ളത്. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കുമോ? NDAയിലെ ഭിന്നത രാജ്യവ്യാപകമായി പരസ്യമായതിനു ശേഷം TDP സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പ്രതിപക്ഷം പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് തുടരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ പദവി BJPക്കാണെങ്കിൽ JDU, TDP, LJP പോലുള്ള പാർട്ടികളെ അവർ രണ്ടായി പിളർത്തുമെന്നും റാവത്ത് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്പീക്കർ പദവിയിൽ പ്രഥമ അവകാശമുള്ളത് BJPക്കാണെന്ന് JDU വക്താവ് KC ത്യാഗി പറയുന്നുണ്ട്. കോൺഗ്രസ് വിഷയം വഴിതെറ്റിച്ചു വിടാൻ പെടാപ്പാട് പെടുന്നുണ്ടെന്നും ത്യാഗി വിലയിരുത്തുന്നുണ്ട്. 16 MPമാരുള്ള TDPയെയും 12 അംഗങ്ങളുള്ള JDUവിൻ്റെയും പിന്തുണയിലാണ് മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയത്. ഇനി 24-നാണ് സഭ ചേരുന്നത്. പ്രൊട്ടൈം സ്പീക്കറുടെ സാന്നിധ്യത്തിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി 26-നാണ് സ്പീക്കർ പദവിക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.